2006 ലണ്ടനിലെ വുഡ് ഗ്രീൻ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ ഹൗസിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർ ജോയ്സ് വിൻസെൻ്റ് എന്ന സ്ത്രീയുടെ ഫ്ലാറ്റിലേക്ക് ചെന്നു. കുറച്ച് മാസങ്ങളായി അവർ വാടക കൊടുക്കുന്നില്ലായിരുന്നു. അവരുടെ ഫ്ലാറ്റിനകത്ത് TV ഓണായിരുന്നു. അതിൻ്റെ സംഗീതം അവർക്ക് പുറത്തു വരെ കേൾക്കാമായിരുന്നു. അവരുടെ പേര് ഉറക്കെ വിളിച്ചു. ഡോർ തുറക്കുന്നതേയില്ല. ഒരു ചെറിയ ബലപ്രയോഗത്തിലൂടെ ആ ഉദ്യോഗസ്ഥന്മാർ ഫ്ലാറ്റിനകത്ത് കയറി. അവിടെ എങ്ങും ഒരു രൂക്ഷ ഗന്ധമുണ്ടായിരുന്നു. പെട്ടെന്നാണ് വളരെ അവിശ്വസനീയമായതും ഞെട്ടിക്കുന്നതുമായ ഒരു കാഴ്ച അവർ കണ്ടത്. ആ TV-യുടെ എതിർഭാഗത്തിരിക്കുന്ന സോഫയിൽ ഒരു അസ്ഥികൂടം ഇരിക്കുന്നു. വളരെ പെട്ടെന്ന് അവർ പോലീസിന് വിവരം അറിയിക്കുകയാണ്. പോലീസ് വന്നു ആ അസ്ഥികൂടം അവിടെ നിന്ന് നീക്കം ചെയ്തു. ആ അസ്ഥികൂടം പരിശോധിച്ചതിൽ നിന്ന് പോലീസിന് ഒരു കാര്യം വ്യക്തമായി. അത് ജോയ്സ് വിൻസെൻറ്റിൻ്റേത് തന്നെയാണ്. അതായത് ആരെയാണോ ആ ഉദ്യോഗസ്ഥന്മാർ അവിടെ തിരക്കി വന്നത് അവരുടെ അസ്ഥികൂടമാണ്. അന്വേഷണ ഉദ്യോഗസ്ഥർ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം ആ അസ്ഥികൂടത്തിന് 3 വർഷം പഴക്കമുണ്ടായിരുന്നു. പക്ഷേ കുറച്ചുനാൾ മുമ്പ് വരെ അവർ വീടിൻ്റെ വാടക അടച്ചിട്ടുമുണ്ടായിരുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? അതുമാത്രമല്ല, തൊട്ടടുത്ത ഫ്ലാറ്റിലുള്ളവർ പോലും എന്തുകൊണ്ട് അവർ മരിച്ചത് തിരിച്ചറിഞ്ഞില്ല. അതിനും വ്യക്തമായ ചില കാരണങ്ങൾ പോലീസ് പിന്നീട് കണ്ടെത്തി. അതിലൊന്ന്, ഈ സ്ത്രീ വളരെ കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ അവരുടെ ജോലി രാജിവെച്ചിരുന്നു. ആ പൈസ എല്ലാം തന്നെ ഒരു അക്കൗണ്ടിലിടുകയും ആ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് വാടക അടയ്ക്കത്തക്ക രീതിയിൽ അവർ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, അവർ സുഹൃത്തുക്കളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും വളരെയധികം അകലം പാലിച്ചിരുന്നു. ഏകാന്ത ജീവിതം ഇഷ്ടപ്പെട്ടിരുന്ന അവർ അടുത്തുള്ള ഫ്ലാറ്റിലുള്ളവരോട് പോലും ബന്ധം പുലർത്തിയിരുന്നില്ല. ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം, 2003 TV കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് അവർ മരണപ്പെടുന്നത്. പിന്നീട് 3 വർഷത്തോളവും അവരുടെ മൃതദേഹം ആ സോഫയിൽ തന്നെ ഉണ്ടായിരുന്നു.